ഇന്നത്തെ റെസിപ്പിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഒരു കപ്പ് ഗോതമ്പ് പൊടി, ഒരു ക്യാരറ്റ് നീളത്തിലരിഞ്ഞത്, ഒരു സവാള റൗണ്ട് ഷേപ്പിലരിഞ്ഞത്, കുറച്ച് കാബേജ് നീളത്തിലരിഞ്ഞതും. ഈ ഒരു മെയിൻ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിന്ന് റെസിപ്പി തയ്യാറാക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റിയാണ്. നമുക്ക് ഈവനിങ്ങിലും രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഐറ്റം ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗോതമ്പ് പൊടി ഒരു പാത്രത്തിലേക്ക്, ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഉപ്പ് എല്ലായിടത്തേക്കും എത്താൻ വേണ്ടിയിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലാക്കി കുഴച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ പോലെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു സൈഡിലേക്ക് ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മൂടി വെക്കാം. ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് എടുത്തിട്ട് ഒന്നുകൂടെ 2 മിനിറ്റ് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. നമ്മുടെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ഒരു സ്മൂത്താവാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കുന്നത്. ഓക്കെ, റെഡിയായി. ഇപ്പോൾ ഇനി നമുക്ക് ഇതേപോലെ ഫോർക്ക് എടുത്തിട്ട് ചെറിയ ബബിൾസ് ആക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ ഒന്ന് വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് നമ്മൾ ഓക്കെ ഇതേപോലെ ചെയ്യുക. എന്നിട്ട് ഒന്ന് ചുരുട്ടിയെടുക്കുക. നല്ല ഷേപ്പിനും വേണ്ടിയിട്ടാണ്. കണ്ടില്ലേ, ഒന്ന് ചുരുട്ടിയപ്പോൾ നല്ല ഷേപ്പായി വന്നിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ ഈ ഒരു ബബിള് മൊത്തമായിട്ട് ചെറിയ ചെറിയ ബബിൾസ് ആക്കിയിട്ട് ഇതേപോലെ ഒരു പാസ്ത മോഡൽ റെഡിയാക്കി എടുക്കണം. നല്ല സിമ്പിളാണ് ചെയ്യാൻ. വീട്ടിലെല്ലാവർക്കും ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട്. ഓക്കെ, കണ്ടില്ലേ, ഇത് ഞാനൊരു 5 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്ലെയിം ഓൺ ചെയ്യുക. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് കുറച്ച് വെള്ളം വെക്കുക. വെള്ളം ചൂടാക്കിയിട്ട് തിളച്ചിട്ട് നമ്മുടെ പാസ്ത റെഡിയാക്കുകയാണ്. വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഓയിലും കുറച്ച് ഒരു ടേസ്റ്റിനും വേണ്ടി കുറച്ച് ഉപ്പും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ തിളച്ച് വരുമ്പോൾ പതുക്കെ നമ്മുടെ പാസ്ത ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ പാസ്ത ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം. അതേപോലെ ചൂടോടുക്കൻ അരിച്ചെടുക്കണം നമുക്കൊന്ന്. ഇനി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലൂടെ അതിൽ കടന്നൊന്ന് വേവാതിരിക്കാനും വേണ്ടി തണുത്ത വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. സാധാ പച്ചവെള്ളം ഒരു 3 പ്രാവശ്യം ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമ്മുടെ പാന് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടായ ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ക്യാരറ്റ്, ഉള്ളി, കാബേജ് എന്നിവ നമ്മുടെ പാനിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക.
ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഇതൊന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുക. ടൊമാറ്റോ സോസിൻ്റെ കൂടെ സോയാ സോസൊക്കെ ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റ്. ടൊമാറ്റോ സോസ് മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഒരു കാര്യം പറയാൻ മറന്നുപോയി കേട്ടോ. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ മറക്കാതിരിക്കാൻ വേണ്ടിയാണ് സബ്സ്ക്രൈബും ചെയ്യുക. എന്നാലേ ഞങ്ങൾ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക. ചിക്കൻ മസാല നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതിൽ. ഇനി അത്യാവശ്യത്തിന് കുറച്ച് മതി, കുറച്ച് സുറുക്ക വിനാഗിരി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നല്ല ചൂടായി വന്നതിന് ശേഷം നമ്മുടെ പാസ്ത നമ്മുടെ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. നമ്മുടെ പാസ്തയൊക്കെ ചൂടായ ശേഷം നമുക്കിതിലേക്ക് ഒരു അല്പം കുരുമുളക് പൊടിച്ചത് ഇട്ട് കൊടുക്കുക കേട്ടോ. കുരുമുളക് പൊടിച്ചത് ഇട്ട് കൊടുത്താൽ അത്രയും ടേസ്റ്റ് കൂടുക ചെയ്യുക. കുരുമുളക് പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക കേട്ടോ. ചൂടാറിയ ശേഷം നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഗോതമ്പ് പൊടി കൊണ്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. ഞങ്ങൾ കഴിച്ചിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. ഓക്കെ. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ബൈ.